അറിവ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യൂ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. വ്യൂ ചൈൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ന്യൂ ക്വറി, അതായത് നമ്മളൊരു ഫസ്റ്റ് എലമെന്റോ ഡയറക്ടീവ് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് വേറെ എലമെന്റിന്റെ റെഫറൻസ് പേരന്റ് എലമെന്റിൽ വേണമെന്നുണ്ടെങ്കിൽ വ്യൂ ചൈൽഡ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. രണ്ട് രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ആ രണ്ട് രീതിയും നോക്കുന്നുണ്ട്. പിന്നെ വ്യൂ ക്വറീസ് ആസ് സിഗ്നൽസ്, വ്യൂ ചൈൽഡ് തന്നെ സിഗ്നൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോർമൽ വ്യൂ ചൈൽഡ് നോക്കാം. ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നതെന്ന് പറയുന്നത്, ഇവിടെ ഒരു ഡെവ് ഞാൻ എഴുതാൻ പോവാണ്. ഡെവ് ഹാഷ് അറിവ്, അതിനകത്ത് ദിസ് ഇസ് അറിവ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഇടുവാണ്. സേവ് ചെയ്യുന്നു. ആപ്പ് കമ്പോണന്റ് വന്നതിന് ശേഷം വ്യൂ ചൈൽഡ് within single brackets അറിവ് വ്യൂ ചൈൽഡ് റെഫറൻസ് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, കോളൻ എലിമെന്റ് റെഫ്. ഇതൊരു എലിമെന്റ് റെഫ് ആയിട്ടാണ്. നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഒരു ഡോളർ സിഗ്നലോട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൺസ്ട്രക്ടർ ആഫ്റ്റർ എൻഡർ, ആഫ്റ്റർ എൻഡർ എന്ന് പറയുന്ന ഒരു കോൾ ബാക്ക് ഫംഗ്ഷനകത്ത് ഞാൻ ഇതിൻ്റെ വാല്യൂ വായിക്കാൻ പോവാണ്. നമുക്ക് ഏത് ഇതിനകത്തും, ഇപ്പം ഇതിനകത്ത് ng ആഫ്റ്റർ വ്യൂ എന്നിട്ട് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. തൽക്കാലത്തേക്ക് ആഫ്റ്റർ എൻഡർ ഞാൻ വിളിച്ചേ ഉള്ളൂ. this dot the child of dot empty element dot inner text. F12 this is അറിവ് എന്ന് പറഞ്ഞിട്ട് ആഫ്റ്റർ എൻഡറിനകത്ത് നമുക്ക് ലോഗിൻ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ആഫ്റ്റർ വ്യൂ എന്നിട്ട് എടുത്തിട്ട് ഇംപ്ലിമെന്റ്സ് ആഫ്റ്റർ വ്യൂ എന്നിട്ട് ng ആഫ്റ്റർ വ്യൂ എന്നിട്ട് എടുക്കുന്നു. നമുക്കൊരു ഒരു കമ്പോണന്റ് കൂടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എന്താ ടെർമിനൽ വരാത്ത ഒരു ടെർമിനൽ വന്നു. ng generate component child component generate child. ഇത് നമുക്ക് അതിൻ്റെ കമ്പോണന്റ് ഇപ്പോൾ ജനറേറ്റ് ആവും. അത് ജനറേറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് എങ്ങനെ ഒരു ചൈൽഡ് കമ്പോണന്റിനെ റെഫറൻസ് എടുത്ത് വിളിക്കാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു ചൈൽഡ് കമ്പോണന്റ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ചൈൽഡ് കമ്പോണന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ ചൈൽഡ് കമ്പോണന്റിലേക്ക് പോകുന്നു. എന്നിട്ട് ചൈൽഡ് കമ്പോണന്റിനകത്ത് ഞാൻ പബ്ലിക് ബൂളിയൻ അല്ല is child visible boolean അല്ലെങ്കിൽ ഒരു വേറെന്തായാലും ചൈൽഡ് ടെക്സ്റ്റ് കൊടുക്കാം. അത് കുറച്ചുകൂടെ ചൈൽഡ് ടെക്സ്റ്റ് ഈക്വൽ ടു ചൈൽഡ് ടെക്സ്റ്റ് പറഞ്ഞിട്ട് ഇതൊരു ടെക്സ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് വ്യൂ ചൈൽഡിനകത്ത്
ഈ സെയിം സാധനം വ്യൂ ചൈൽഡ് child component ഇതാണെന്ന് തോന്നുന്നു. child component view child subtype element dress അല്ല വരിക, child component type തന്നെയാണ് വരിക. അത് നമുക്ക് എലമെന്റ് റഫ് ആയിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ എലമെന്റ് റഫ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ആഫ്റ്റർ റെൻഡറിനകത്ത് ഇത് വേണമെങ്കിൽ എഴുതാവുന്നതേ ഉള്ളൂ. വ്യൂ ചൈൽഡ് റഫ്, ചൈൽഡ് റഫ് അല്ലല്ലോ, വ്യൂ ചൈൽഡ് അല്ലേ? എന്താണ് അവിടെ കൊടുത്ത പേരെന്തായിരുന്നു? വ്യൂ ചൈൽഡ്. വ്യൂ ചൈൽഡ് child text. Logo child text. Console log this cannot property of child text. Virtual initialize ആവുന്നത് ഒരു മിനിറ്റ്. ഇതിനകത്ത് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ആപ്പ് കമ്പോണന്റ് വെച്ചിട്ടുണ്ട്, പക്ഷെ ചൈൽഡ് കമ്പോണന്റ് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടില്ല. ഇവിടെ നമ്മൾ ചൈൽഡ് കമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് ആപ്പ് ചൈൽഡിനെ ഇവിടെ വിളിക്കണം എന്ന് തോന്നുന്നു. ഇതിൻ്റെ ടെംപ്ലേറ്റിൽ എന്തുണ്ടോ അത് മാത്രമേ അത് ചൈൽഡ് ഇതിലെടുക്കുകയുള്ളൂ. ചൈൽഡ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺസോൾ ദിസ് ഇസ് സർവർ, ദിസ് ഇസ് ദ ചൈൽഡ് ടെക്സ്റ്റ്. കൂടുതലും ഈ രീതിയിൽ നമ്മൾ ചൈൽഡ്, ഈ വ്യൂ ചൈൽഡ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് കൂടുതലും നമ്മൾ യൂസ് ചെയ്യാറില്ല. അങ്ങേയറ്റം നമ്മൾ യൂസ് ചെയ്യാതിരിക്കാറാണ് പതിവ്. ഇത് ഇത്രയും വ്യൂ ചൈൽഡ് ആസ് എ നോർമൽ തിങ്. ഇനി നമ്മൾ വ്യൂ ചൈൽഡ് ഈ സെയിം സാധനം തന്നെ നമ്മൾ ഇത്രയും എഴുതിയ ഈ സാധനം തന്നെ നമുക്ക് സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഇത് കൺവേർട്ട് ചെയ്യാം. വ്യൂ ചൈൽഡ് റഫ് ഈക്വൽസ് ടു സ്മോൾ ലെറ്റർ വ്യൂ ചൈൽഡ് ആണ്. ഇതിൻ്റെ പേര് മാറ്റണം. ചൈൽഡ് ഓഫ് other നമുക്കിവിടെ എങ്ങനെ എഴുതിയിരിക്കാൻ നോക്കാം.
നമുക്കിവിടെ പോയിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ദിസ് ഇസ് അറവ് സിഗ്നലിനോട് കൊടുക്കാം. ദിസ് ഇസ് അറവ് സിഗ്നൽ, ദിസ് ഇസ് അറവ് സിഗ്നൽ. സെയിം തന്നെയാണ് നമ്മൾ വ്യൂ ചൈൽഡ് അറവ് എന്ന് പറയുന്ന സംഭവം. അത് വ്യൂ ചൈൽഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ വെറും വ്യൂ ചൈൽഡ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം പർപ്പസ് തന്നെയാണ്, പക്ഷെ ജസ്റ്റ് റൈറ്റ് ചെയ്യുന്ന വ്യൂ മാത്രമേ അടുത്തത് വ്യൂ ചൈൽഡുമാണ്. എഴുതി താഴെ അടിച്ചിട്ടുണ്ട്, കാരണം ഇവിടെ നമുക്ക് സിഗ്നലിലെ സിമ്പിൾ ബ്രേസസും സിഗ്നൽസ് എന്താണെന്ന് വേറൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും എന്തിനാണ് നമ്മളവിടെ സിമ്പിൾ ബ്രേസസ് കൊടുക്കേണ്ടത്. സിഗ്നൽ ആക്സസ് ചെയ്യുന്നത് സിംഗിൾ ബ്രേസസ് വെച്ചിട്ടാണ്. ദിസ് ഈസ് അറവ് സിഗ്നൽ, ദിസ് ഈസ് എ ചൈൽഡ് ടെക്സ്റ്റ്. ഇവിടെ ഒരു സിഗ്നൽ ആഡ് ചെയ്യാം, കാരണം കൺഫ്യൂഷൻ മാറുമല്ലോ. സിഗ്നൽ വന്നു, അപ്പോൾ അത് നമ്മുടെ സെയിം വാല്യൂ തന്നെയാണ് റീഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വാല്യൂ മാറ്റിയത്. ഇനി രണ്ടാമത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വരീസ് സിഗ്നൽസിനകത്ത് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് വ്യൂ ചൈൽഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അറുപത് എന്ന് പറയുന്ന സംഭവം ഈ ഡെബ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. This is signal, this is analog signal, this is 4 വേർഡ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് വൺ എപ്പോഴും നമ്മൾ അങ്ങനെ വെറും വ്യൂ ചൈൽഡ് യൂസ് ചെയ്ത് കഴിയുമ്പം ഇവിടെ എപ്പോഴും ഫസ്റ്റ് ഈ ഇന്നർ ടെക്സ്റ്റ് എപ്പോഴും ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈൻ ഏതാണോ അതേ വരത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് അത് മാറില്ല. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വ്യൂ ചൈൽഡ് ആപ്പ് കമ്പോണൻസിനകത്ത് വ്യൂ ചൈൽഡ് കൊടുത്തു. ഇനി നമ്മൾ നിന്ന് വ്യൂ ചിൽഡ്രൻ അറിവ് നമ്മൾ സിഗ്നലായിട്ട് തന്നെയാണ്, സിഗ്നലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം. Children of അറിവ് which is of type element of. ഇത്രയും നമ്മൾ കൊടുത്തു. വ്യൂ ചിൽഡ്രന് എലമെന്റ് ഓഫ് ഇതിനകത്ത് വാല്യൂ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാം. നമുക്ക് ക്വറി ലിസ്റ്റ് ആയിട്ടാണ് സാധനം വരുന്നത്, പക്ഷെ നമുക്ക് എന്നാലും വ്യൂ സിഗ്നൽ ആയതുകൊണ്ട് ഇതെങ്ങനെ വരുമെന്ന് നോക്കാം. സോറി, അറിവിനകത്ത് സ്മോൾ ലെറ്റർ ആണ് വരുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുത്തത്. എലമെന്റ് റഫിന്റെ 4 എണ്ണമായിട്ട് 4 എലമെന്റ് റഫ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്.
element dot native element dot text. എന്താണ് ഇവിടെ വാല്യൂ വരുന്നത് നോക്കാം. ദിസ് ഇസ് സെർവർ സിഗ്നൽ. ബാക്കി നമ്മൾ കൊടുത്തിരിക്കുന്ന അത്രയും അതുപോലെ തന്നെ കൺസോൾ ലോഗായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് വ്യൂ ചൈൽഡും വ്യൂ ചിൽഡ്രനും റെഫർ ചെയ്യുക. കൂടുതലും നമ്മൾ ഇനി അങ്ങോട്ട് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുക. ബിക്കോസ് ലേറ്റസ്റ്റ് ആയിട്ട് ആംഗ്ലർ ഇറക്കിയിരിക്കുന്നത് വ്യൂ ചൈൽഡ് ആൻഡ് വ്യൂ ചിൽഡ്രൻ സിഗ്നൽസ് ആണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ഇടുകയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്ത് തന്നെ അറിയിക്കാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇടുക.